ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും തിരക്കുള്ള സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പൊങ്കാല കലങ്ങളിലൊക്കെ ഭക്തർ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന നൈവേദ്യം തിളച്ചു തൂവുന്ന സമയമാണ്. നൂറുകണക്കിന് പൊങ്കാല കലങ്ങൾ ഒരൊറ്റ കാഴ്ചയിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് കുറച്ചു മുമ്പ്, അല്പസമയം മാത്രം മുമ്പ് ആറ്റുകാൽ ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാര അടുപ്പിന് മുകളിലുള്ള പൊങ്കാല കലത്തിൽ നിന്ന് നിവേദ്യം തിളച്ചു തൂവുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഐശ്വര്യത്തിന്റെ ലക്ഷണമായിട്ടാണ് ഈ കാഴ്ചയെ പറയുന്നത്. അവനവന്റെ ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ ഒക്കെ നിറവേറ്റപ്പെടുന്നു ഈ നിമിഷത്തിൽ എന്നുള്ളതാണ് പൊങ്കാല അർപ്പിക്കുന്നവരുടെ ഏറ്റവും വലിയ വിശ്വാസം. അത് ഓരോ ഇടത്തേക്ക്, കിഴക്കുവശത്തേക്കാണ് പൊങ്കാലയുടെ ആദ്യ നൈവേദ്യം പുറത്തേക്ക് തിളച്ചു തൂവുന്നത് എങ്കിൽ ആ ആഗ്രഹം അമ്മ സ്വീകരിച്ചു, ആ പ്രാർത്ഥന അമ്മ സ്വീകരിച്ചു എന്നാണ് പൊങ്കാല അർപ്പിക്കുന്നവരുടെ വിശ്വാസം. അത് ഓരോ വശത്തേക്കും മാറുകയാണെങ്കിൽ കൂടുതൽ പ്രാർത്ഥന ആവശ്യമുണ്ട്, കൂടുതൽ ശ്രമം ആവശ്യമുണ്ട് എന്നാണ് അതിന്റെ സൂചന എന്ന് പോലും പറയുകയും ചെയ്യുന്നു. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി തീ കൂട്ടിക്കൊടുത്ത് ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. പ്രാർത്ഥനയോടുകൂടിയാണ് അമ്മ ഈ പ്രാർത്ഥന സ്വീകരിക്കണം എന്ന മനസ്സിൽ ഉറച്ച് പറഞ്ഞുകൊണ്ടാണ് അത് നിൽക്കുന്നത്. തൊഴുകൈകളോട് കൂടിയാണ് പ്രാർത്ഥനകൾ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ പത്മജ വേണുഗോപാലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രാർത്ഥിച്ചിട്ടില്ല, എനിക്കെന്താണ് നല്ലത് എന്ന് അമ്മയ്ക്കറിയാം, അതുപോലെയാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ. നമുക്ക് എല്ലാവർക്കും ഓരോ സാഹചര്യങ്ങളാണ് അല്ലെ. ആകെ ഒരു ആശ്രയം അമ്മയാണ് എന്ന് കരുതി വരുന്ന ആളുകളെയും കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ നിലയിൽ ഓരോരുത്തർക്കും വിശ്വാസത്തിന്റെ ഓരോ തലങ്ങളാണ്. എത്രയെത്ര സഹനവുമായിട്ടാണ് ഓരോരുത്തരും അവിടേക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ, അവർ പറയുമ്പോഴൊക്കെ മനസ്സിലാവുകയും ചെയ്യും. സുനിഷ അയലൂർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. സുനിഷ, ഓരോ നിമിഷവും കാത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും നൈവേദ്യമൊക്കെ തയ്യാറാക്കി നൈവേദ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന്. അതെ മധു, ഇനിയുള്ള കാത്തിരിപ്പ് ഈ നേദ്യം ദേവിക്ക് നിവേദ്യമായി നൽകാനുള്ള കാത്തിരിപ്പാണ്. അതൊരു 3-3.5 മണിക്കൂർ ദൈർഘ്യമുണ്ട് ആ കാത്തിരിപ്പിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2:15 നിവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങുകളിലേക്ക് കടക്കുക. അതുകൊണ്ട് തന്നെ ഞാനിതാ തൊട്ടടുത്ത ഈ അമ്പലനടയിലായിട്ട് വന്നിട്ടുണ്ട്. ഈ അമ്പലത്തിന്റെ ഈ പന്തലിന്റെ താഴെ ഇവരെല്ലാം ദേവിയെ തൊഴാനായി പോകുന്ന തിരക്കിലാണ്. സാധാരണ രീതിയിൽ ഇങ്ങനെ നിവേദ്യം തയ്യാറാക്കി വെച്ചതിന് ശേഷം ഈ നിവേദ്യം നേദിക്കുന്ന ആ ഒരു സമയത്തിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ സമയത്താണ് ഏറ്റവും അധികം ആളുകൾ ഇങ്ങനെ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തെല്ലാം ഈ പൊങ്കാല ഇട്ട ആളുകളെല്ലാം ഈ ദേവിയെ തൊഴാനെത്തുന്ന ഒരു സമയം നമുക്ക് കാണാം. ആ ഒരു തിരക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നേരത്തെ ഒന്നും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ നേദ്യം തയ്യാറാക്കി അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിക്കാനുള്ള ആ ഒരു സമയത്തിനുള്ളിൽ അമ്മയെ കണ്ട് മടങ്ങുക എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി എത്തുന്ന ഭക്തരെ, വിശ്വാസികളെയാണ് ഈ കാണാൻ കഴിയുന്നത്. വലിയൊരു തിരക്കിലേക്ക് ഏതായാലും അമ്പല നടയും ഭാഗവും എല്ലാം കടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പല ദൂരദേശത്ത് നിന്നൊക്കെ വരുന്ന ആളുകളാണ്. അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ച് ഇന്ന് വൈകുന്നേരം തന്നെ മടങ്ങുന്ന നിരവധി ആളുകളുണ്ടാവും. അപ്പോൾ അതിനു മുന്നേ ഒന്ന് അമ്മയെ തൊഴുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയായിരിക്കും. കഴിഞ്ഞ ദിവസവും അതിന്റെ തലേ ദിവസവും ഒക്കെ നമ്മൾ കണ്ടതാണ്. രാത്രി 3 മണിവരെയും പുലർച്ചെയൊക്കെ ഇങ്ങനെ വലിയ ക്യൂ ആണ്. രാവിലെ പുലർച്ചെ വന്നവരൊക്കെ രാത്രി തൊഴാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് അടക്കം തിരക്ക് മാറിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ പെട്ടെന്ന് നേദ്യം തയ്യാറാക്കി നിവേദ്യം അർപ്പിക്കുന്ന ആ ഒരു സമയത്തിനകത്ത് അമ്മയെ പെട്ടെന്നൊന്ന് തൊഴാൻ കഴിയുമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ, ആ വിശ്വാസത്തിൽ ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഭക്തജനങ്ങളെയാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലായി ഇതിങ്ങനെ ഓരോ ബാരിക്കേഡ് വെച്ച് തന്നെ തിരിച്ചിട്ടുണ്ട് ആളുകളുടെ ക്യൂ നിയന്ത്രിക്കാനായി. അങ്ങനെ ഓരോ ഭാഗങ്ങളിലും ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. 2:15 നിവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങുകളിലേക്ക് കടക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഒരു 3.5 മണിക്കൂറുണ്ട്. പക്ഷേ 3:15 വരെയാണ് ഇന്ന് തൊഴാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. 3:15 മുതൽ 7 മണി വരെ ഇന്ന് നട അടക്കുന്നത് കൊണ്ട് ആളുകൾക്ക് തൊഴാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച ഓട്ടമാണ് ഈ ഭക്തരുടെ അടുത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അമ്മയെ തൊഴുത് പുറത്തെത്തിയതിനു ശേഷം വേണം ഈ പൊങ്കാല നിവേദ്യം, നേരത്തെ തയ്യാറാക്കിയ ഈ നേദ്യം, നമ്മൾ പറഞ്ഞത് തിളച്ചു തൂവിയപ്പോ ഇങ്ങനെ കണ്ണ് നിറഞ്ഞ ആത്മസംതൃപ്തിയോടെ ഇരുന്ന ഭക്തരെ നമ്മൾ കണ്ടതാണ്. അവർക്ക് ഈ നേദ്യം അമ്മയ്ക്ക് നിവേദ്യമായി നൽകാനുള്ളൊരു സമയം അപ്പോഴാണ്. അപ്പോൾ അതിനു മുന്നേ തൊഴാനുള്ള ഒരു തിരക്കാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഏതായാലും മധു, ഒരു വർഷത്തെ കാത്തിരിപ്പിന് ഇന്നത്തേക്ക് ഇതാ പൊങ്കാല സമർപ്പിച്ച് മടങ്ങുന്ന മനുഷ്യരാണ്. ഇനി ഒരു വർഷം കഴിഞ്ഞ് മാത്രമാണ് വീണ്ടും ഇവിടേക്ക് എത്താൻ പറ്റുന്നത്. ഒത്തൊരുമയുടെ ഒരു ആഘോഷം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത്തരത്തിൽ എല്ലാ ആളുകളും ജാതിയും മതമോ ഒന്നുമില്ലാതെ മനുഷ്യരെല്ലാം ഒത്തുകൂടുന്ന ഒരു കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇമാമൊക്കെ പറഞ്ഞതുപോലെ പള്ളിമുറ്റമടക്കം ആറ്റുകാലിൽ പൊങ്കാല സമർപ്പിക്കാനായി എത്തുന്ന ആളുകൾക്ക് തുറന്നു കൊടുത്തതാണ് തിരുവനന്തപുരം. ഇത് തിരുവനന്തപുരത്തിന് പുതുമയുള്ളതേ അല്ല. നേരത്തെയും തിരുവനന്തപുരത്ത് ഇതേ രീതിയിൽ തന്നെ മസ്ജിദുകളെല്ലാം തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേരള സ്റ്റോറി പോലുള്ള ഇത്തരത്തിലുള്ള സ്റ്റോറികൾ വരുമ്പോഴാണ് റിയൽ കേരള സ്റ്റോറി എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇത്തരം കാര്യങ്ങൾ വീണ്ടും പറയുന്നത് എന്നത് മാത്രമാണ് ഇതിലേറെ
പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ എല്ലായിടത്തും അങ്ങനെ മതമോ ജാതിയോ വർണ്ണമോ നമുക്ക് വീണ്ടും കാണാൻ കഴിയും അമ്പലത്തിലേക്കുള്ള തിരക്ക്. അതായത് നിവേദ്യമൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ അത് അവിടേക്ക് തീർത്ഥം തളിക്കാൻ അമ്പലത്തിൽ നിന്നുള്ള പുരോഹിതർ എത്തുന്നതിന് തൊട്ട് മുൻപ് ഒന്നുകൂടി അമ്പലത്തിലേക്ക് വന്ന് ഈ തിരക്ക് വൈകുന്നേരം നേരത്തെ സൂചിപ്പിച്ചല്ലോ, വൈകുന്നേരം അത്രയധികം സമയമുണ്ടാകില്ല ദർശനത്തിന് വേണ്ടി അമ്പലത്തിലേക്ക് എത്താൻ. പക്ഷെ അതുകൊണ്ട് ഈ ഒരു ഇടവേളയിൽ ഓടി വന്ന് ഒന്നുകൂടി അമ്മയെ കണ്ട് അനുഗ്രഹം തേടി മടങ്ങാനുള്ള ഒരു തിരക്ക് നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നുണ്ട്. രാവിലെ ഒരു 9 മണിയോടുകൂടി അമ്പലത്തിലേക്ക് എത്തുന്നവരുടെ തിരക്ക് പൂർണ്ണമായും മാറിയിട്ടുണ്ടായിരുന്നു. കാരണം അവരൊക്കെ പൊങ്കാലക്കലങ്ങൾ ക്രമീകരിച്ചിരുന്ന ഇടത്തേക്ക് പിൻവാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ തയ്യാറാക്കുന്ന പൊങ്കാല നിവേദ്യം അത് തയ്യാറായതോടുകൂടി തന്നെ വീണ്ടും അമ്പലത്തിലേക്ക് ഒന്ന് ഓടി വരാനുള്ള തിരക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. സാന്ത്വന സുജു കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാന്ത്വന, തമ്പാനൂരിലെ കാഴ്ച എങ്ങനെയാണ്? എല്ലാവരും ഒക്കെ എല്ലാം തയ്യാറാക്കി കാത്തിരിക്കുകയാണോ? മധു, തമ്പാനൂരിലേക്ക് വരികയാണെങ്കിൽ വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോഴും ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സുനിഷ പറഞ്ഞതുപോലെ പൊങ്കാലക്കള്ളങ്ങളുടെ അടുത്തു നിന്ന് ആളുകൾ മാറി ക്ഷേത്രത്തിലേക്ക് ഒരു നോക്ക് വീണ്ടും ദേവിയെ തൊഴുവാനെത്തുന്ന കാഴ്ച അല്ല ഇവിടെ ഉള്ളത്. കാരണം ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ദൂരെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏതാണ്ട് ഒരു 3 കിലോമീറ്ററിനധികം ദൂരം ക്ഷേത്ര പരിസരത്ത് നിന്ന് ഉണ്ട് ഈ തമ്പാനൂർ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കലവും അടുപ്പും ഒക്കെ ഇവിടെ വെച്ചിട്ട് ഇത്രയും ദൂരം പോയി കണ്ടുവരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെയും ഈ പരിസരത്തൊക്കെ തന്നെ തുടരുകയാണ്. കൂടുതൽ ആളുകളും വലിയ വെയിലത്ത് തന്നെയാണ് പൊങ്കാല ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പൊങ്കാലയൊക്കെ തിളച്ച ആളുകൾ കുറച്ച് തണലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ചില ആളുകൾക്ക് നമുക്കറിയാം മധു, ഈ കുറച്ചധികം പൊങ്കാല നിവേദ്യങ്ങൾ ഉണ്ടാക്കാനുണ്ടാകും. ചിലർക്ക് പായസം മാത്രമാവും ഉണ്ടാകുക. അത് ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ കൊണ്ടൊക്കെ തിളയ്ക്കുന്നതാണ്. പക്ഷേ മറ്റ് നിവേദ്യങ്ങളുണ്ട്. ഇപ്പോൾ മണ്ടപ്പുറ്റായാലും അതുപോലെ തന്നെ മറ്റ് നിവേദ്യങ്ങളൊക്കെ തന്നെ ഇടുന്ന ആളുകളുണ്ട്. തിരളിയപ്പം ഒക്കെ ഇടുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അധികം സമയമെടുക്കും. ചിലർ ഈ ചില പ്രത്യേകമായ എന്തെങ്കിലും ആഗ്രഹ സഫലീകരണത്തിനൊക്കെ വേണ്ടി ഒന്നിൽ കൂടുതൽ കലത്തിൽ പൊങ്കാല അർപ്പിക്കുന്ന ആളുകളൊക്കെ തന്നെയും ഉണ്ടാകും. അവർക്കൊക്കെ കുറച്ച് അധികം സമയമെടുക്കും. പക്ഷേ സാധാരണ പായസം ഉണ്ടാക്കുന്ന ആളുകളുടെയൊക്കെ ഏറെക്കുറെ ആളുകളുടെയും പായസം തിളച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല വലിയ ചൂടാണ്. അപ്പോൾ ഈ ചൂടൊന്ന് ശമിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ ഇവർക്ക് വെള്ളമൊക്കെ തന്നെയും കൊടുക്കുന്നുണ്ട്. പല ആളുകളും അത് വാങ്ങി കുടിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം ഇതിനോടകം തന്നെ ഉച്ചഭക്ഷണം വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഉച്ച ഊണ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ സന്നദ്ധ സംഘടനകളും അത്തരത്തിലുള്ള റെസിഡൻസ് അസോസിയേഷനിലെ ആളുകളും ഒക്കെ ചേർന്ന് തന്നെയാണ് ഭക്തർക്ക് കൊടുക്കുന്നത്. രാവിലെ ഇവർക്ക് കാപ്പി കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ചോറ് വാങ്ങാൻ പോകുന്ന ആളുകളുണ്ട്. അത് ആ പാത്രമൊക്കെ ആയിട്ട് നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാൻ പോകുന്ന ആളുകളുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം 2:15 വരെ ഇവിടെ ഇരിക്കുക എന്നുള്ളതാണ്. ചോറൊക്കെ കഴിച്ച് വിശ്രമിക്കാൻ പറ്റുന്ന ഇടങ്ങളിലേക്ക് മാറിയിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ചേച്ചിമാരൊക്കെ ഉണ്ട്, അവരോടൊന്ന് ചോദിക്കാമെന്ന് തോന്നുന്നു. പൊങ്കാലയൊക്കെ തിളച്ചോ ചേച്ചി? തിളച്ച്. അതിന് ഭക്ഷണമൊക്കെ കഴിച്ചാൽ അവിടെ ചോറൊക്കെ വാങ്ങിയോ? ഇല്ല, വാങ്ങില്ല, പോണം. ഇനിയിപ്പോ ക്ഷേത്രത്തിലേക്ക് പോകുന്നു? പോയി രാവിലെ പോയി. ഇനിയിപ്പോ പോയി ഇന്നലെ വൈകിട്ട്. എവിടെയാണ് വീട്? എവിടെയാണ് എന്റെ വീട്? എവിടെയാ? അഞ്ചൽ. ഇവിടുന്ന് തന്നെ പോകുമോ? പോകും. ആളുകളുടെയൊക്കെ പൊങ്കാല ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നത്? രണ്ടാമത്തെ പ്രാവശ്യം പൊങ്കാലയാണ്. പൊങ്കാല റെഡിയായോ? പൊങ്കാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് സമയത്തിനകം റെഡിയാവും. ഇവിടെ നിന്നാ വരുന്നത്? ഞങ്ങൾ അഞ്ചൽ. ഇവിടെ കുറച്ച് കലങ്ങളൊക്കെ ഇതാ ഒഴിഞ്ഞിരിപ്പുണ്ട്. ആ ചേച്ചിയുടെയൊക്കെ പൊങ്കാല വലിയ കലത്തിലാണ്, അത് തിളച്ച് വരുന്നതേ ഉള്ളൂ. കുറച്ചധികം അമ്മമാരുടെ പൊങ്കാലയൊക്കെ ഇതാ അവരെ പൊങ്കാലയൊക്കെ ആയി അത് കൃത്യമായി ഇലയൊക്കെ ഇട്ട് മൂടി വെച്ചിട്ട് അതത് സ്ഥലങ്ങളിലേക്ക് വെള്ളവും മറ്റുമൊക്കെ വാങ്ങി കുടിക്കുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ വരികയാണെങ്കിലും ഇവിടെയും അമ്മമാരൊക്കെ പൊങ്കാല ഇടുന്നുണ്ട്. ആ പാത്രമൊക്കെ ആയിട്ട് ചോറൊക്കെ വാങ്ങാൻ പോവുകയാണ്. അതെ. അവിടെ ചോറ് കൊടുക്കുന്നിടത്ത് ശരിയാണ്. സാന്ദ്ര സുജാണ്